ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗദി പ്രവാസികൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ വാലറ്റാണ് URP വാലറ്റ്. ഈ വാലറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. URP വാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ ഇൻ്റർനാഷണൽ മൊബൈൽ റീചാർജ് ചെയ്യാം എന്നീ വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൗദിയിലുള്ള മൊബൈൽ നമ്പർ എങ്ങനെയാണ് URP വാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനെ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന URP വാലറ്റിൽ ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിലേക്കും അതിൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാനായി മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടെലികോം റീചാർജ് എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോക്കൽ മൊബൈൽ റീചാർജ്, ഇൻ്റർനാഷണൽ മൊബൈൽ റീചാർജ് എന്നീ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇൻ്റർനാഷണൽ റീചാർജ് എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു റീചാർജ് ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും. അതിന് ഹോം പേജിൽ വന്നതിന് ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് സവ, മൊബൈൽ, സെയിൻ എന്നീ മൊബൈലിലുള്ള സിം നമ്പറുകൾ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സവ റീചാർജാണ് ചെയ്യുന്നത്. അതിനായി STC എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സവ റീചാർജ്, ക്വിക്ക് പാക്കേജ്, സവ പാക്കേജസ്. സവ റീചാർജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സവയിൽ കിട്ടുന്ന റീചാർജുകളുടെ ലിസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് റീചാർജ് ചെയ്യാം. ക്വിക്ക് പാക്കേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സവ നെറ്റ് പാക്കേജുകൾ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ സവ പാക്കേജസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സവയിൽ കിട്ടുന്ന പാക്കേജുകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് ആ ഒരു പാക്കേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ലോക്കലായിട്ടുള്ള സവ റീചാർജ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഞാനിവിടെ റീചാർജാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് രീതിയിലുള്ള റീചാർജും ഇവിടുന്ന് ചെയ്യാം. ഞാനിവിടെ 20 റിയാലാണ് റീചാർജ് ചെയ്യാൻ പോകുന്നത്. അതിനായി അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 23 റിയാൽ നമ്മൾ ഇതിൽ കൊടുക്കണം. അതായത് 3 റിയാൽ വാറ്റായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തും അല്ലെങ്കിൽ സെർച്ച് ഫ്രം കോൺടാക്റ്റ് ലിസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്നും ഒരു മൊബൈൽ നമ്പർ സെർച്ച് ചെയ്ത് കണ്ടെത്തി അതിൽ റീചാർജ് ചെയ്യാം. ഞാനിവിടെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യാൻ പോവുകയാണ്. അതിനായി മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ URPയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. ആ വെരിഫിക്കേഷൻ കോഡ് അലോ ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ റീചാർജ് സക്സസ്ഫുള്ളായി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ URP വാലറ്റിൽ നിന്നും മൊബൈൽ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് റീചാർജ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായി ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത് *166# എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കോൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ റീചാർജ് ആയത് ബാലൻസ് 20.54 സൗദി റിയാലാണുള്ളത്. 20 റിയാൽ ഞാൻ റീചാർജ് ചെയ്തു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ URP വാലറ്റിൽ നിന്നും സൗദിയിലുള്ള ഏത് മൊബൈൽ നമ്പറും റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. URP വാലറ്റിൽ ഇൻ്റർനാഷണൽ റീചാർജ് എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയിലെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.